വളരെ വില കൊടുത്ത് മേടിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് അതിൻ്റേതായ പ്രൗഢ ഗാംഭീര്യത്തോടു കൂടി തന്നെ എന്നേക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽഡറുടെ കയ്യിൽ ഒരു ആഫ്റ്റർ സെയിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. നല്ല ബിൽഡേഴ്സിന് എല്ലാവരുടെ കയ്യിലും ഒരു ആഫ്റ്റർ സെയിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള എല്ലാ വസ്തുക്കളെ പോലെ വീടിനും കാലാന്തരത്തിൽ പഴക്കവും കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാവും. ഉദാഹരണത്തിന് ഒരു വിൻഡോ പെയിൻ പൊട്ടിപ്പോയി, അല്ലെങ്കിൽ ഒരു ടാപ്പ് ലീക്കാവുന്നു, അല്ലെങ്കിൽ ഒരു ഫ്യൂസ് ബ്ലോ ചെയ്തു പോകുന്നു. ഇങ്ങനെ ഉണ്ടാവുന്ന കംപ്ലയിൻസോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കംപ്ലയിൻസോ കാലാകാലങ്ങളിൽ കൃത്യതയോട് കൂടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ആഫ്റ്റർ സെയിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ബിൽഡറുടെ കൂടെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ക്ലയൻറ്റിന് പുറത്തുനിന്ന് ഒരു ടെക്നീഷ്യനെയോ അല്ലെങ്കിൽ ഈ സർവീസ് പുറത്തുനിന്ന് സോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പുറത്തുനിന്ന് സോഴ്സ് ചെയ്ത് എന്താ ബുദ്ധിമുട്ട്? ഈ പുറത്തുനിന്ന് വരുന്ന വർക്കർക്കോ അല്ലെങ്കിൽ ഈ കോൺട്രാക്ടർക്കോ ഈ ബിൽഡിംഗ് എങ്ങനെയാണ് പണിതിരിക്കുന്നത്, ഇതിലെ ഇലക്ട്രിക്കൽ ലൈൻസ് എങ്ങനെയാണ് പോയിരിക്കുന്നത്, ഇതിലെ പ്ലംബിംഗ് ലൈൻസൊക്കെ എങ്ങനെയാണ് പോയിരിക്കുന്നത് മുതലായ കാര്യങ്ങളിൽ ഒരു അറിവും കാണുകയില്ല. അപ്പോൾ ഒരുപക്ഷെ അവർ പണിയുമ്പോൾ പണിക്കുറ്റമുണ്ടാവാം, ചിലവ് കൂടാം, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. നല്ലൊരു ആഫ്റ്റർ സെയിൽ സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള ബിൽഡറുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ക്ലയൻറ്റിന് വളരെ എളുപ്പമാണ്. ഒരു ഡിഫക്റ്റ് എന്തെങ്കിലും നോട്ട് ചെയ്താൽ അതൊരു പ്ലംബിംഗ് ഡിഫക്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ക്രാക്ക് ആവട്ടെ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ ഡിഫക്റ്റ് ആവട്ടെ, എന്ത് തന്നെയായാലും ആഫ്റ്റർ സെയിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ച് പറഞ്ഞാൽ അവർ വന്ന് നോക്കി, അവർ വരുമ്പം അതിലൊരു ക്വാളിഫൈഡ് എഞ്ചിനീയർ ഉണ്ടാവും, ഒന്ന് നോക്കി ഈ വർക്ക് ചെയ്യാനായിട്ട് എത്ര സമയവും എന്ത് ചിലവും ഉണ്ടാവുമെന്നുള്ള ഒരു ഐഡിയ ക്ലയൻറ്റിന് കൊടുക്കും. ക്ലയൻറ്റ് അത് എഗ്രി ചെയ്യുകയാണെങ്കിൽ, അത് ക്ലയൻറ്റ് സമ്മതമാണെങ്കിൽ, ആ ചിലവും ആ സമയവും ക്ലയൻറ്റിന് സമ്മതമാണെങ്കിൽ ഈ ആഫ്റ്റർ സെയിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ജോലി ഏറ്റെടുത്ത് ഭംഗിയായിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പം വീടിൻ്റെ ഹെൽത്ത് എന്നും വളരെ നന്നായിട്ടുണ്ടാവും. ഇത് ഇല്ലാത്തൊരു ആഫ്റ്റർ സെയിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാത്തൊരു ബിൽഡറുടെ ഒരു വസ്തു എടുക്കുകയാണെങ്കിൽ ക്ലയൻറ്റിന് പിന്നീടുള്ള കാലത്ത് ഒരുപാട് ഖേദിക്കേണ്ടതായിട്ട് വരും. ഒരു നല്ല ബിൽഡറുടെ കൂടെ എപ്പോഴും ഒരു നല്ല ആഫ്റ്റർ സെയിൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് എസെൻഷ്യലായിട്ട് ഉണ്ടായിരിക്കും.